ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 1 നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോ ഗ്ലൂ ജേണൽ ബുക്കാണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഒരു ഡ്രോയിങ് ബുക്കിന്റെ പേജസ് ഹാഫായി മടക്കി എടുത്തിട്ട് 2 പോർഷനാക്കി തിരിച്ചു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു പോർഷന്റെ മിഡിലും ഒരു പോർഷന്റെ 2 എൻഡിലും ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 എൻഡിൽ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അത് ഇതുപോലെ മടക്കി മിഡിലിൽ കട്ട് ചെയ്തതിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പൊ നമ്മുടെ ബുക്ക് ഇവിടെ റെഡിയായി. പിന്നെ ജേണൽ ബുക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ എഡ്ജ് ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് സേഫ് ആയിട്ടിരിക്കും, പേജസ് ഒന്നും പറഞ്ഞു പോരില്ല. പിന്നെ അതിന്റെ ഫസ്റ്റ് പേജ് നമ്മൾ മൈ ജേണലിലൊക്കെ പറഞ്ഞ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ മാഗസീൻസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 2 ആണിന്ന്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പാറ്റേൺ പേപ്പർ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇതുപോലുള്ള ഗ്രിഡ് പാറ്റേൺ, പിന്നെ ഇതുപോലെ വരുന്ന ലവ് ഡിസൈൻസ്, പിന്നെ ഈ കാണുന്ന പോലുള്ള ബോ ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടി കളറിൽ ഗ്രിഡ് പാറ്റേൺ വരുന്നത് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേവി ആയിട്ട് വരുന്ന ഡിസൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്കെച്ചസും മാർക്കേഴ്സും കളർ പെൻസിലൊക്കെ വെച്ച് വരയ്ക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഈ സീരീസിന്റെ ഒപ്പം തന്നെ നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റും ജേർണലിങ്ങും ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ 8 ഡിസൈൻസ് കേട്ടോ. നമ്മുടെ ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 3 ആണെന്ന്. ഇത് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. കാണുന്ന പോലുള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ജേർണലിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ കളറിലും ഫോണ്ടിലൊക്കെയുള്ള ലെറ്റേഴ്സ് നമുക്ക് മാഗസീൻസിലും ന്യൂസ് പേപ്പറിലൊക്കെ കിട്ടും. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ഓർഗനൈസർ ബോക്സിൽ കിട്ടുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനത്തെ ബോക്സ് ഒക്കെ നമുക്ക് ഷോപ്പിംഗ് വെബ്സൈറ്റിലൊക്കെ ഓർഗനൈസർ ബോക്സ് അല്ലെങ്കിൽ മെഡിസിൻ ഓർഗനൈസർ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് തപ്പിയാൽ കിട്ടും കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത് ഒരു ബീഡ്സിന്റെ സെറ്റ് വാങ്ങിച്ചപ്പോൾ അത് ഇട്ട് വന്നിരുന്ന ബോക്സ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു ജേണൽ സപ്ലൈ അല്ലേ, ഇതുവരെ അധികം കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറയണ്ടല്ലോ അല്ലേ. ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 4 നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കുറച്ച് മെമോ ഷീറ്റ്സ് ആണ്. ഈ കാണുന്ന പോലെ ഡിഫറെന്റ് ഷേപ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ സ്കെച്ച് പെൻ വെച്ച് ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ബ്ലാക്ക് പെൻ വെച്ച് നമുക്ക് ഡോട്ടഡ് ലൈൻ വെച്ച് കൊടുക്കാം, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഇതുപോലുള്ള ഡിഫറെന്റ് ഷേപ്പിലും ഡിഫറെന്റ് കളറിലും കുറച്ചധികം മെമോ ഷീറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഗ്രിഡ് പാറ്റേൺസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ പല കളറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല കളർ തീമിലുള്ള ജേർണലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ മെമോ ഷീറ്റ്സ്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 5 നമുക്ക് കുറച്ച് എൻവലപ്പ് ഉണ്ടാക്കിയെടുത്താലോ. ഈ കാണുന്ന പോലെ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റും പേപ്പറും എടുക്കണം. അതായത് ട്രാൻസ്പെറന്റ് ഷീറ്റിനേക്കാളും വലുതായിരിക്കണം പേപ്പർ. അതിന്റെ 4 സൈഡും ഇതുപോലെ പേപ്പർ എക്സ്ട്രാ മടക്കി വെക്കാൻ ഉണ്ടാവണം. അത് മടക്കി കഴിഞ്ഞ് നമ്മൾ അതിന്റെ മുകൾ വശം എൻവലപ്പിന്റെ മോഡൽ വരാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ. എന്നിട്ട് നമ്മൾ മടക്കി കൊടുത്ത ഭാഗങ്ങളിലെ ആ ഭാഗത്തൊക്കെ വാഷി ടേപ്പ് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുക. നമ്മുടെ എൻവലപ്പ് റെഡിയായി. നമുക്ക് വേറെ ഗ്ലൂ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ വാഷി ടേപ്പ് തന്നെയാണ് അതിനെ ഒട്ടിച്ച് നിർത്തുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് വരുന്ന ഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 3 ഡിഫറെന്റ് സൈസിൽ ഇതുപോലെ എൻവലപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മെമോ ഷീറ്റ്സ് ഒക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 6 ആണ് ഇന്ന്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വാഷി ടേപ്സ് ആണ്. കുറച്ചധികം ഡിസൈൻസ് വാഷി ടേപ്സിന്റെ ഇതുപോലെ വരച്ചെടുത്ത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രിഡ് ലൈൻസും ഫ്ലവേഴ്സ് പാറ്റേണും ക്ലൗഡ് പാറ്റേണും എല്ലാ ഡിസൈൻസും വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. മൾട്ടി കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് കളർ തീമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷി ടേപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. പിന്നെ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാതും ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്, ഒരു ഗ്രിഡ് പാറ്റേൺ ഉണ്ട്, ഫ്ലവർ പാറ്റേൺ ഉണ്ട്, അങ്ങനെ കുറെ ഡിസൈൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു റോൾ ഉണ്ടാക്കി അതുമേ അല്ല ചുറ്റണേ, അത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിരിക്കാണ് കേട്ടോ. ചെറിയ ചെറിയ റോളായിട്ട് എനിക്ക് ഇത്തിരി കൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നിയത് അതാണ്. പിന്നെ റോൾ ഉണ്ടാക്കാനൊന്നും വേറെ പോകണ്ടല്ലോ. അപ്പൊ ഇതുപോലെ നമ്മുടെ വാഷി ടേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 7 നമ്മൾ കുറച്ച് ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. റൗണ്ട് സ്റ്റിക്കേഴ്സ്. ഇപ്പൊ സ്റ്റിക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഗ്ലൂ തേച്ച് ഒട്ടിക്കാം. അതുപോലെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പൊ സെല്ലോ ടൈപ്പ് ഒന്നും വെച്ചിട്ടില്ല. ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചെടുത്തു. പാറ്റേൺ ഇതുപോലെയാണ് വരച്ചെടുത്തത്. ഒരു ഷാർപ്പനർ വെച്ചിട്ടാണ് ഹെക്സഗണൽ പാറ്റേൺ വരച്ചെടുത്തത്. പിന്നെ നമ്മുടെ 10 രൂപ കോയിൻ വെച്ചിട്ടാണ് റൗണ്ട് വരച്ചെടുത്തത്.
എന്നിട്ട് അതിലേക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് പിക്ചേഴ്സ് ഒക്കെ പിൻട്രസ്റ്റ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അത് കളറും കൊടുത്തിട്ടുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ കൂടുതലും വരച്ചെടുത്തിരിക്കുന്നത്. അതല്ല ഇത്തിരി കൂടെ ക്യൂട്ട്. അപ്പൊ അങ്ങനെ വരച്ചെടുത്ത് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എൻവലപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജേർണലിങ്ങിന് കളർ തീം അനുസരിച്ച് ഉപയോഗിക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 8 ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ പാറ്റേൺ പേപ്പർ ആണെന്ന് തോന്നും. പാറ്റേൺ പേപ്പർ തന്നെയാണ്, പക്ഷെ ഒരു മിനിയേച്ചർ വെർഷൻ ആണ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന പോലുള്ള ബുക്ക് നമ്മൾ ജേണൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിൽ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതുപോലൊരു മിനി ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് പേജസ് കീറിയെടുക്കുന്നത് പോലെ കീറിയെടുക്കാൻ പറ്റുന്ന ഒരു മിനി ബുക്ക്. അപ്പൊ ഇതുപോലെ കുറച്ചധികം പാറ്റേൺസ് വരച്ചെടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതുപോലൊരു മിനി ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജസ് പതുക്കെ കീറിയെടുത്ത് നമുക്ക് കളർ തീം അനുസരിച്ച് ഉപയോഗിക്കാം. അപ്പൊ ഇതുപോലെ കുറെ കളറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് കാണുന്ന പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് കീറിയെടുത്ത് ആവശ്യമുള്ള ജേർണലിങ്ങിന് യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ ജേണൽ സപ്ലൈ സീരീസിന്റെ ഡേ 9 ആണ്. നമ്മൾ കുറച്ചധികം സപ്ലൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഇട്ട് വെക്കാൻ നമുക്കൊരു ബോക്സ് വേണ്ടേ. നമ്മൾ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നിന്നൊക്കെ ജേണൽ സെറ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് അത് വരിക. അപ്പൊ അതുപോലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കി എടുക്കാം. മുകൾ വശം ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒക്കെ വെച്ച് ഒട്ടിച്ച് ഇതുപോലൊരു ബോക്സ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ ഇതുപോലെ വാഷി ടേപ്പ് ഒക്കെ വെച്ച് ഒന്നും കൂടെ ക്യൂട്ടാക്കി പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ ജേണൽ സപ്ലൈസും എൻവലപ്പിലാക്കി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജേണൽ സപ്ലൈ സീരീസിന്റെ എല്ലാ ഐറ്റംസും ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ജേണൽ സപ്ലൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചൊരു ക്യൂട്ട് ആയിട്ടുള്ള ജേണൽ ചെയ്യാം. അതിന്റെ വീഡിയോ പുറകെ വരും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ സപ്ലൈ സീരീസിൽ നിങ്ങൾ തന്നിരിക്കുന്ന സപ്പോർട്ട് ചില്ലറയൊന്നുമല്ല. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് എത്രയാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് ജേണൽ ചെയ്യുന്നത് സപ്ലൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഹോം മെയ്ഡ് ജേണൽ സപ്ലൈ സീരീസിന്റെ എല്ലാ ഐറ്റംസും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്യൂട്ടായിട്ടുള്ള ഈ ജേണൽ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക.